മോദിയുടെ കടുത്ത എതിരാളിയായ നേതാവ് ബി.ജെ.പി. നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. ഇത് പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ തിരുത്തി എഴുതിയേക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണത്തിന് മാനേജർമാരെ ഇപ്പോൾ തന്നെ അമിത് ഷാ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശിൽ പ്രചരണത്തിന് അമിത് ഷാ നിയോഗിച്ചിരിക്കുന്നത് കടുത്ത മോദി വിരോധിയായ ഗോവർദ്ധൻ സദാപിയെയാണ്. രണ്ടാം തവണയും പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടുന്ന നരേന്ദ്രമോദിയുടെ കടുത്ത എതിരാളിയായിരുന്നു ഗോവർദ്ധൻ സദാപിയയ്ക്കാണ് യുപിയുടെ ചുമതല. ഗുജറാത്തിലെ മോദി മന്ത്രിസഭയിൽ 2002 കലാപകാലത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്ന സദാപിയ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട കലാപത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ മന്ത്രിയായിരുന്നു. തുടർന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കി. ഇതോടെ സദാപിയ പാർട്ടിക്കുള്ളിലെ കടുത്ത മോദി വിമർശകനായി മാറി. 2007 സദാപിയ ബി.ജെ.പി. വിട്ട് സ്വന്തം പാർട്ടിയുണ്ടാക്കി ബി.ജെ.പിക്കെതിരെ മത്സരിച്ചു. മുൻ മുഖ്യമന്ത്രിയും മോദി വിരുദ്ധനുമായ കേശുഭായ് പട്ടേലുമായി കൈകോർത്തു. വിശ്വ ഹിന്ദു പരിഷത്തുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. 2014 സദാപിയ വീണ്ടും ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തി. പട്ടേൽ സമര നേതാവ് ഹാർദിക് പട്ടേലിനെ ബി.ജെ.പിക്കെതിരെ തിരിച്ചത് സദാപിയ ആണെന്നാണ് പറയപ്പെടുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവാണ് പഴയ വിമതരെ അടക്കം ചുമതലകൾ നൽകി ബി.ജെ.പിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിനു പിന്നിൽ. എസ്.പിയും ബി.എസ്.പിയും ശക്തരായ യു.പിയിൽ ഇത്തവണ ബി.ജെ.പിക്ക് വിജയിക്കുക എന്നുള്ളത് അഭിവാജ്യ ഘടകമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.